ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ കളർ വീൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും കളറിൻ്റെ മിക്സിംഗ് റേഷ്യോയും നമുക്ക് പഠിക്കാം. ഓക്കെ, കളർ വീലിൽ വരുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡിസ്ക് ഉപയോഗിച്ച് എളുപ്പത്തിൽ നമുക്ക് കളർ വീലിൻ്റെ പാറ്റേൺ വരയ്ക്കാം. ആദ്യം ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചെടുക്കുക. അപ്പോൾ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വയ്ക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് പോയിൻ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിനെ 12 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ഇതിനെ 4ആയി ഭാഗിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്കെയിൽ വെച്ച് നമ്മൾ സെൻറ്റർ പോയിൻ്റ് നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. സെൻറ്റർ പോയിൻറ്റിലൂടെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ടും അവിടെയൊന്ന് നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കാം. ഓക്കെ, ഇനി ഇതെടുത്ത് മാറ്റി സ്കെയിൽ കൊണ്ട് അതൊന്ന് വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4ആയിട്ട് നമ്മൾ ഭാഗിച്ചെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ഭാഗത്തിനെയും നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, 3 കൊണ്ട്, അതായത് 3ആയിട്ടാണല്ലോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 3 കൊണ്ട് അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആ കിട്ടുന്ന ആൻസർ നമ്മൾ ഇവിടെ അളന്നിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ആദ്യം നമുക്ക് ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച് നോക്കാം. അപ്പോൾ ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത് 9 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 3 × 3 9 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ 3 ആണ് ഇതിനിടയിൽ വരുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ആ 3 ഒന്ന് നമുക്ക് ഇതുപോലെ നേരത്തെ നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുത്ത പോലെ തന്നെ ഒന്ന് ഇവിടെ ഒന്ന് 3. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും നമ്മൾ 3 അടയാളപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ അടയാളപ്പെടുത്തി. ഇനിയിപ്പോൾ ഇതിങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പസ് ഉപയോഗിച്ചിട്ടൊക്കെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് അടയാളപ്പെടുത്തിയതൊക്കെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിടത്തായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വരച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, തെറ്റിപ്പോകരുത്. പോയിൻറ്റിലൂടെ ഒന്ന് ടച്ച് ചെയ്ത് വരാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ എളുപ്പത്തിൽ നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഓക്കെ, കണ്ടല്ലോ? അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു CD വെച്ച് അത് വൃത്തിയായിട്ട് വരച്ചെടുത്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, കളർ വീലിൽ 12 കളേഴ്സാണ്, 12 കളേഴ്സാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 2 3 4 നിങ്ങൾ എഴുതി വെക്കണ്ട, എന്നാലും ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് പുറത്ത് എഴുതുന്നുണ്ട് കേട്ടോ. 1 2 3 4. നിങ്ങൾ റെക്കോർഡിലേക്കൊക്കെ ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ പുറത്ത് എഴുതി വെക്കണ്ട കേട്ടോ. 10 11 12. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ആദ്യം തന്നെ 1 5 9, അതായത് 1 5 9. അപ്പോൾ ഈ പറഞ്ഞ 3 കോളംസിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമറി കളേഴ്സായ റെഡ് യെല്ലോ ബ്ലൂ നമുക്കിതിൽ കൊടുക്കാം. അതിന് നമുക്ക് മിക്സിംഗ് ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കോളത്തിൽ പ്രൈമറി കളറായ യെല്ലോ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നേരത്തെ എടുത്തു വയ്ക്കുക. കാരണം നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഡ്രൈ ആയി പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിക്സിംഗ് റേഷ്യോ ഒക്കെ തെറ്റിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ തന്നെ കിട്ടില്ല. ഓക്കെ, ബ്രഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിൻറ്റ് ബ്രഷോ അല്ലെങ്കിൽ റൗണ്ട് ബ്രഷോ ഫ്ലാറ്റ് ബ്രഷോ ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗത്തോട്ട് തന്നെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക, 2 ഭാഗത്തേക്കായിട്ട് ചെയ്യരുത്. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 5ാമത്തെ കോളത്തിൽ റെഡ് കൊടുക്കാം.
ഡ്രൈ ആവുന്നുണ്ട് തോന്നുകയാണെങ്കിൽ മാത്രം മീഡിയം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മീഡിയം ചേർത്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യുക. ഇതിൽ നമുക്കതിൻ്റെ ആവശ്യം വരില്ല, കാരണം കുറച്ച് കളറല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. സ്ലോ ആയിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ആ ഭാഗം ഉണങ്ങി വരും. അപ്പോൾ നിങ്ങളൊന്ന് മീഡിയം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങളിപ്പോൾ റെക്കോർഡിലേക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതുകൂടെ ഞാനൊന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഒരു ഭാഗത്ത് കളർ വീല് വരയ്ക്കുക, മറുഭാഗത്ത് അതായത് ഒരു പേജിൽ തന്നെ 2 സെക്ഷൻ ആക്കുക. എന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് സ്ക്വയറാണ് കട്ട് ചെയ്തത്. ഒരു ചാർട്ട് പേപ്പറിലോ ഒരു കാർഡ്ബോർഡിൻ്റെ ഇതിലോ ചെയ്താൽ മതി. എന്നിട്ട് 12 കളേഴ്സ് അല്ലേ, അപ്പോൾ ഇത് നമുക്ക് 12 എണ്ണം അതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. സ്കെയിൽ വെച്ച് വരയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. നമ്പർ നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം നമ്മളെല്ലാം വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ നമ്പരൊക്കെ ഒന്ന് മായ്ക്കുക കേട്ടോ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയ ഈ കോളത്തിലൊക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ മിക്സ് ചെയ്യുന്ന കളർ, അതായത് 1ൽ ഇപ്പോൾ യെല്ലോ കൊടുത്തു, അപ്പോൾ ഇതിലും നമ്മൾ എന്ത് ചെയ്യുക, ആ കളർ തന്നെ നമ്മൾ എടുക്കുന്ന കളർ തന്നെ ഇവിടെ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇത് റെക്കോർഡൊക്കെ ചെയ്യുന്നവർ ചെയ്താൽ മതി കേട്ടോ. അല്ല നിങ്ങൾ പഠിക്കാൻ വേണ്ടി കളർ വീല് ജസ്റ്റ് വരച്ചു നോക്കുന്നതിന് ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡിൽ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാ ഇതുപോലെയാണ് ചെയ്തേക്കുന്നത്. പെൻസിൽ കൊണ്ട് എഴുതിയോണ്ടാണ് നന്നായിട്ട് കാണാത്തത് കേട്ടോ. അതുപോലെ ഇങ്ങനെ സ്ക്വയർ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ കോളത്തിലും കൂടി ഒന്ന് യെല്ലോ കൊടുത്തേക്കാം. എടുക്കുന്ന കളർ അപ്പം തന്നെ അങ്ങ് കൊടുത്തേച്ചാൽ മതി. പിന്നെ അത് സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും ബ്രഷ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫാബ്രിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റർ കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ റെഡ് നമുക്ക് 5ാമത്തെ കോളത്തിൽ കൊടുക്കാം. ഓരോന്നും ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് കൊടുത്ത് പോവുക കേട്ടോ. കളർ ചെയ്യുമ്പോൾ എപ്പോഴും ഔട്ട്ലൈൻ ശ്രദ്ധിക്കണം. ഔട്ട്ലൈനിൽ നിന്ന് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വരച്ചതിൻ്റെ എല്ലാ വൃത്തിയും നഷ്ടപ്പെടും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ബ്രഷ് വാഷ് ചെയ്യാനെടുക്കുന്ന വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇനി നമുക്ക് 9ാമത്തെ കോളത്തിൽ ബ്ലൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈമറി കളേഴ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് സെക്കൻഡറിയും ടെർഷറിയാണ്. അപ്പം സെക്കൻഡറി കളേഴ്സ് വരുന്നത് 2 പ്രൈമറി കളേഴ്സിൻ്റെ ഇടയിൽ 3 കോളംസ് വരുന്നില്ലേ, അപ്പോൾ അതിൻ്റെയും സെൻറ്ററിലായിട്ടാണ്, അതായത് 3, 7, 11, 3, 7, 11. അപ്പം ഈ 3 കോളംസിൽ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡറി കളേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഈ കോളത്തിൽ നമുക്ക് ഓറഞ്ച് കൊടുക്കാം. ഓറഞ്ച് 50% റെഡ് പ്ലസ് 50% യെല്ലോ മിക്സ് ചെയ്താലാണ് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തുല്യമായിട്ടാണ് നമ്മൾ ഈ കളറ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു 1 ഡ്രോപ്പാണ് എടുക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ യെല്ലോയും, ഇപ്പോൾ റെഡ് 1 ഡ്രോപ്പാണ് എടുക്കുന്നതെങ്കിൽ യെല്ലോയും നിങ്ങൾ 1 ഡ്രോപ്പ് തന്നെ എടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 2 ഡ്രോപ്സ് എടുക്കുക. അപ്പോൾ 2 ഡ്രോപ്സ് എടുക്കുകയാണെങ്കിൽ സെയിം അളവിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, യെല്ലോയും എടുത്തു കൊടുക്കണം. ഓക്കെ, അപ്പം 2 ഡ്രോപ്സ് തന്നെ യെല്ലോയും ഇട്ട് കൊടുക്കുക. 50-50 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം കണ്ടില്ലേ, അപ്പോൾ നമുക്ക് കളർ കിട്ടി. ഒരെണ്ണം മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. സെക്കൻഡറി കളറിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, നമുക്ക് നല്ല ഓറഞ്ച് കളറ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കി കളേഴ്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി 11ാമത്തെ കോളത്തിൽ ഗ്രീനാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, യെല്ലോയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തേക്കുന്നതാണ്. ഞാൻ നേരത്തെ കാണിച്ചതുകൊണ്ടാണ് ഇപ്പം മിക്സിങ് കാണിക്കാത്തത് കേട്ടോ. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമുക്ക് ടെർഷറി കളേഴ്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കളർ വീല് കംപ്ലീറ്റ് ആവും. അപ്പം ഇതിൽ 2, 4, 6, 8, 10,
12. അപ്പോൾ ഇത്രയും കോളംസിലാണ് നമ്മൾ ടെർഷ്യറി കളർ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നമുക്ക് യെല്ലോ ഓറഞ്ച് കൊടുക്കാം. അപ്പോൾ യെല്ലോ ഓറഞ്ച് 75% യെല്ലോ പ്ലസ് 25% റെഡ്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് യെല്ലോ ഓറഞ്ച് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ PSCക്കും ടെറ്റ് എഴുതുന്നവർക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ യെല്ലോ ഓറഞ്ച് ഏതൊക്കെ കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് കിട്ടുന്നതെന്ന് ചോദിക്കും. അതിൽ തന്നെ യെല്ലോയും റെഡും മിക്സ് ചെയ്താൽ കിട്ടുന്ന ടെർഷ്യറി കളർ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കുക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാനായിട്ട് ഇപ്പോൾ യെല്ലോ ഓറഞ്ച് എന്ന് പറയുമ്പം നമുക്കറിയാം യെല്ലോ പ്രൈമറി കളറാണല്ലേ, ഓറഞ്ച്. അപ്പോൾ ഈ ഓറഞ്ച് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, സെക്കൻഡറി കളറായി ഓറഞ്ച് കിട്ടുന്നത് എങ്ങനെയാണ്, യെല്ലോയും റെഡും മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓറഞ്ച് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. യെല്ലോ ഓറഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കുക ഓറഞ്ച് കിട്ടണമെങ്കിൽ യെല്ലോയും റെഡും മിക്സ് ചെയ്യണം. അപ്പോൾ അത് എപ്പോഴും എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ യെല്ലോ ഓറഞ്ച് എന്ന് പറയുമ്പോൾ യെല്ലോ പ്ലസ് ഓറഞ്ച് എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. ഓറഞ്ച് നമുക്ക് കിട്ടണമെങ്കിൽ യെല്ലോയും റെഡും നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ അതാണ് അതിൽ വരുന്ന കണ്ടൻറ്റ്, യെല്ലോയും റെഡും, യെല്ലോ പ്ലസ് റെഡ്. അതാദ്യം കിട്ടി. ഇനി അതിൻ്റെ റേഷ്യോ കൂടെ നോക്കിയാൽ മതി. അതായത് കൂടുതൽ വരുന്നത് യെല്ലോ ആണ്, 75% യെല്ലോ പ്ലസ് 25% റെഡ്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു പാറ്റേൺ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 3 ഡ്രോപ്സ് 1 2 3 ഡ്രോപ്സ് യെല്ലോ എടുത്തു. അപ്പോൾ ഈ റേഷ്യോ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് റെഡ് 1 ഡ്രോപ്പ് മാത്രം മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റേഷ്യോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം ഈ കളറാണ് കിട്ടിയത്, കണ്ടില്ലേ. അപ്പോൾ ഇതിൽ റെഡ് കൂടി പോവുകയേ ചെയ്യരുത്. റെഡ് കൂടിക്കഴിഞ്ഞാൽ റേഷ്യോ മാറിക്കഴിഞ്ഞാൽ ഡാർക്കായി പോവും, ഓറഞ്ച് കളറെല്ലാം മാറിപ്പോവും. യെല്ലോ ഓറഞ്ച് എന്ന് പറയുമ്പോൾ യെല്ലോ ആണ് നമുക്ക് കൂടുതൽ എടുക്കേണ്ടത്, അതെപ്പോഴും ഓർക്കുക. അപ്പം ഇതുപോലെ തന്നെ ബാക്കി കളേഴ്സൊക്കെ നിങ്ങൾ ഈ റേഷ്യോ വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തത് നമുക്ക് 4ാമത്തെ കോളത്തിൽ വരുന്നത് റെഡ് ഓറഞ്ച് ആണ്. അപ്പോൾ റെഡ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഓർക്കുക, ഓറഞ്ച് നമുക്ക് ഏതൊക്കെ കളർ മിക്സ് ചെയ്താലാണ് കിട്ടുന്നത്, യെല്ലോയും റെഡും ആണ് മിക്സ് ചെയ്താലാണ് ഓറഞ്ച് കിട്ടുന്നത് അല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കളർ വീല് ചെയ്ത് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്